ദാ വരുന്നു, 2 മിനിറ്റ്. കമ്മിങ്. വരാന്നല്ലേ പറഞ്ഞേ. ആരപ്പ ഡോറ് മുട്ടിയെ? ഇവിടെ ആരും ഇല്ല. ശ്വേത, നന്ദിനി, ലക്ഷ്മി, സ്വപ്ന, ശ്വേത, നന്ദിനി, എന്താ ഇത്? ഡോറ് മുട്ടിട്ട് തുറന്നു നോക്കുമ്പോ നിന്റെ എന്തിന്റെ? തിരിഞ്ഞു നോക്ക്. നന്ദിനി, നന്ദിനി, നന്ദിനി. എന്താടി അനു? വിളിച്ചാലൊന്ന് നോക്കിയാലെന്താ? എന്റെ അമ്മേ, ഞാൻ എത്ര ഭയപ്പെട്ടെന്നറിയാമോ? വിളിച്ചെന്നോ? ഇല്ല, വിളിച്ച്. സോറി സോറി അനു, ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടല്ലേ, അതുകൊണ്ട് കേട്ടില്ലടി. അതേ മോളെ, ഈ ഹെഡ്ഫോൺ വെച്ചോണ്ട് ബുക്ക് എങ്ങനെയാ വായിക്കുക? അയ്യോ അനു, ഈ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ പഠിക്കാൻ കഴിയൂ. ഓഹോ, നിന്റെ നാട്ടില് ബുക്ക് ഇങ്ങനെ വായിക്കുവോ? വെക്കേ. എടി, ലെസൺസ് ഇങ്ങനെ വരാൻ തുടങ്ങിയോ? ഇതിന്റെ പേര് ഓഡിയോ ബുക്സ് എന്നാ. ഇതുണ്ടെങ്കിൽ നമ്മുടെ ബുക്സിലുള്ള വിഷയങ്ങൾ ഇതിലൂടെ കേൾക്കാൻ പറ്റും. സത്യം പറഞ്ഞാ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാ കേട്ട് മനസ്സിലാക്കുന്നത്. അറിയാം അറിയാം. ദിവസം ഉറങ്ങുമ്പോ നിന്റെ ഹെഡ്ഫോൺസ് നിന്റെ ചെവി തന്നെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ വിചാരിച്ച നീ ഏതോ പാട്ട് കേൾക്കുകയാണെന്ന്. പുസ്തകം വായിക്കുമായിരുന്നോ? ഇങ്ങനെ ചെയ്താ ഒരു ബുദ്ധിമുട്ടില്ലാതെ ലെസൺസ് നമ്മുടെ ബ്രെയിനിൽ ഫീഡാവും. നീ ആരടി? നിന്റെ ഒരു ഹെഡ്ഫോൺസും നിന്റെ ഒരു പഠിപ്പും. ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ചത്തുപോയേനെ. ജസ്റ്റ് എ മിനിറ്റ്. രാജ, ഓഹോ, ചാറ്റിങ്ങും തുടങ്ങിയ. ഓഹോ, എന്തൊരച്ചടക്കമുള്ള കുട്ടി. അങ്ങനെയൊന്നും ഇല്ലടി, ഇപ്പൊ അടുത്ത് തുടങ്ങിയതാ, അത്ര തന്നെ. അമ്മേ, ആണോ? മോൾക്ക് എന്തൊരച്ചടക്കം. പച്ചവെള്ളം ഊതിയാ കുടിക്കുന്ന, പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ചാ കുടിക്കുന്ന. നീ ഓൾറെഡി അവനോട് എപ്പോഴേ കണക്ട് ആയിരിക്കുന്ന. ആഹാ, എന്തൊരു ടൈമിംഗ് ആണടി. ഓ, ഫോൺ എടുക്കാൻ താമസിക്കണ്ട, അവന് ബോറടിക്കും. നാളെ നേരി കാണുമ്പോ നീ ഒന്ന് പറഞ്ഞേര്. കള്ളക്കളിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്നു. എനിക്ക് ഉറക്കം വരുന്നടി. ഗുഡ് നൈറ്റ്. പോടി.